എന്തോ കറി വെക്കുന്നൊരു അന്തവും കുന്തവും ഇല്ലാതിരുന്നപ്പോൾ നാത്തൂൻ പെട്ടെന്ന് തന്നെ മൊബൈൽ എടുത്ത് കുത്തിക്കറക്കി ചിക്കൻ വരുത്തിച്ചു. അല്ലേലും മീനില്ലെങ്കിൽ മലയാളികളുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചിക്കൻ തന്നെയാണല്ലോ. ചിക്കൻ കഴുകി വെച്ചിട്ട് നീ എന്തേലും ചെയ്യുന്നു പറഞ്ഞ് അവൾ കളമൊഴിഞ്ഞു. സ്വാതന്ത്ര്യങ്ങളുടെ ഒരു ആകാശം എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. പക്ഷേ ഈ കറിക്ക് എന്ത് പറ്റിയാലും അതിന് ഉത്തരവാദിയും ഞാൻ തന്നെയാണല്ലോ എന്നൊരു ചിന്ത എന്നെ പിടികൂടി. എങ്കിലും വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ പണി തുടങ്ങി. എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ചിക്കനെ കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ ഞാൻ അനുവദിച്ചു. പാവമല്ലേ. പിന്നെ അതെടുത്തൊന്ന് വറുത്തെടുത്തു. ഉള്ളി ഒരു പകുതി വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം കൂടി തട്ടിയിട്ട് വഴറ്റി. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴവും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി വൃത്തിയാക്കി ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുത്തു. അരച്ചതെടുത്ത് വാടി ഉള്ളിയുടെ മുകളിലോട്ട് ഒഴിച്ചു. എന്നിട്ട് വറുത്ത് വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് തട്ടി. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ വാരി അങ്ങ് വിതറി. തീർന്നില്ലേ പണി. മിൽമയുടെ കുറച്ച് ബട്ടർ എടുത്ത് ചിക്കനകത്ത് കുത്തിത്താത്തു. ശരിക്കും എന്താകുമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇത് എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ബട്ടർ ഇട്ടപ്പോഴേ ഇത് ചോറിനല്ല പൊറോട്ടയ്ക്കാണ് പെർഫെക്റ്റ് മാച്ചെന്ന് പറഞ്ഞ് അച്ഛനും മോനും കൂടി പൊറോട്ടയ്ക്ക് ഓടി. ഈ ചിക്കൻ കറിക്ക് നിങ്ങൾ തന്നെ പേരിട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ.